നിങ്ങളുടെ കുഞ്ഞിന് തൂക്കം കുറവാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുമ്പോൾ ഉള്ളുരുക്കി പോകുന്ന ഒരമ്മയാണോ നിങ്ങൾ? മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞ് മാത്രം എന്തേ ഇങ്ങനെ ഇരിക്കുന്നത് എന്നോർത്ത് സങ്കടപ്പെട്ട് ആരും കാണാതെ കരഞ്ഞിട്ടുണ്ടോ? ശരിക്കും ഈ തൂക്കക്കുറവ് കുഞ്ഞിൻ്റെ കുഴപ്പമാണോ? അതോ നമ്മൾ നൽകുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു നേഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ സങ്കടകരമാണ്. തൂക്കം കൂടാൻ വേണ്ടി വില കൂടിയ വിറ്റമിൻ സിറപ്പുകളും ടിന്നിലടച്ച ഭക്ഷണങ്ങളും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് നൽകി അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. തൂക്കം കൂടുക എന്നാൽ കുഞ്ഞ് തടിച്ചു ഉരുളുക എന്നല്ല അർത്ഥം. മറിച്ചു കുഞ്ഞിൻ്റെ എല്ലുകൾക്കും മസിലുകൾക്കും ബലം കിട്ടണം. അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകണം. 22K ആളുകൾ കണ്ട എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ്. വെറും കുറുക്കുകൾ മാത്രം കൊടുത്താൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ് നിറയുമെന്നല്ലാതെ അവരുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കില്ല. അത് കുഞ്ഞിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കും. പലപ്പോഴും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ 11 വർഷത്തെ സർവീസിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂടാത്തതിൻ്റെ പേരിൽ ഡിപ്രഷനിലേക്ക് പോയ ഒരുപാട് അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രകൃതിദത്തമായ രീതിയിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തൂക്കം റോക്കറ്റ് പോലെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണെന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം പുറത്തെ പരസ്യങ്ങൾക്കും കമ്പനികൾക്കും വേണ്ടത് നിങ്ങളുടെ പണമാണ്, കുഞ്ഞിൻ്റെ ആരോഗ്യമല്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ഞാൻ പേഴ്സണലായി റിസൾട്ട് കണ്ടതുമായ 3 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. കുഞ്ഞിനെ നിർബന്ധിച്ച് കഴിപ്പിക്കാതെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ പോഷകാഹാരം നൽകാം എന്ന് നമുക്ക് നോക്കാം. ഇനി ആരും നിങ്ങളുടെ കുഞ്ഞിൻ്റെ തൂക്കത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കില്ല. ആ മാറ്റം ഇന്നു മുതൽ കണ്ടു തുടങ്ങാം. ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തൂക്കം കൂട്ടാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ വെയ്റ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ പിന്തുണയ്ക്ക് വലിയ നന്ദി. ഒരുപാട് അമ്മമാർ ചോദിച്ച ചോദ്യമാണ്, സിസ്റ്ററെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ തൂക്കം കൂടുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന്. പലപ്പോഴും നമ്മൾ കുഞ്ഞിന് ഭക്ഷണം നൽകുന്ന രീതിയിലാണ് തെറ്റുകൾ പറ്റുന്നത്. വെറും കുറുക്കുകൾ മാത്രം നൽകിയാൽ കുഞ്ഞിന് തൂക്കം വെക്കില്ല. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നും കുഞ്ഞുങ്ങളുടെ തൂക്കം 1 മാസത്തിനുള്ളിൽ തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 3 പവർഫുൾ ടിപ്സ് ഇന്ന് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുക. അവസാനത്തെ ടിപ്പ് ഒരമ്മയും മിസ് ചെയ്യരുത്. ആദ്യമായിട്ട് പറയുന്നത് കലോറി കൂട്ടാനുള്ള എളുപ്പവഴികളാണ്. നമ്മൾ നൽകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടുന്നതിനേക്കാൾ പ്രധാനം അതിലെ കലോറി കൂട്ടുക എന്നതാണ്. കുഞ്ഞുങ്ങളുടെ വയറ് വളരെ ചെറുതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ കൂടുതൽ ഊർജം അവർക്ക് കിട്ടണം. പല അമ്മമാരും കുറുക്കുണ്ടാക്കുമ്പോൾ അത് വെറും വെള്ളം പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ 1 സ്പൂൺ ശുദ്ധമായ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കുക. ഇത് കുഞ്ഞിന് ആവശ്യമായ ഹെൽത്തി ഫാറ്റ് നൽകുകയും തൂക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ മധുരത്തിന് പഞ്ചസാര ഒഴിവാക്കി ശർക്കരയോ കരിപ്പെട്ടിയോ നൽകുക. ഇത് രക്തം കൂടാനും കുഞ്ഞിന് നല്ല വിശപ്പുണ്ടാകാനും സഹായിക്കും. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് ദഹിക്കാൻ എളുപ്പവും കലോറി ഇരട്ടിയാക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ്. രണ്ടാമതായി മസിലുകളുടെ വളർച്ചയാണ്. പ്രോട്ടീനാണ് മസിലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. തൂക്കം കൂടുക എന്നാൽ കൊഴുപ്പ് കൂടുക മാത്രമല്ല, മസിലുകൾക്കും എല്ലുകൾക്കും ബലം കിട്ടണം. ഇതിനായി കുഞ്ഞിന് മുട്ടയുടെ മഞ്ഞ നൽകുന്നത് ശീലമാക്കുക. 8 മാസത്തിന് ശേഷം മുട്ട പുഴുങ്ങി അതിൻ്റെ മഞ്ഞ ഉടച്ച് അല്പം നെയ്യ് ചേർത്ത് നൽകുന്നത് കുഞ്ഞിന് വെയ്റ്റ് ഗെയിനിന് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കും. കൂടാതെ റാഗി നൽകുമ്പോൾ സാധാരണ പൊടി ഉപയോഗിക്കുന്നതിന് പകരം റാഗി മുളപ്പിച്ചത് ഉപയോഗിക്കുക. മുളപ്പിച്ച റാഗിയിൽ പോഷകങ്ങൾ ഇരട്ടിയാണ്. ഇത് കുഞ്ഞിൻ്റെ എല്ലുകൾക്ക് ബലവും ശരീരത്തിന് നല്ല പുഷ്ടിയും നൽകും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞ് ഹെൽത്തിയായി തന്നെ തൂക്കം വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം.
മൂന്നാമത്തെ കാര്യം, എത്ര നന്നായി ഭക്ഷണം കഴിച്ചാലും തൂക്കം കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിരശല്യം ഉണ്ടോ എന്നതാണ്. അത് ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കൂ. കുടലിൽ വിരകൾ ഉണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന പോഷകങ്ങൾ കുഞ്ഞിന് കിട്ടില്ല. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് വിരയ്ക്കുള്ള മരുന്ന് നൽകണം. കൂടാതെ കുഞ്ഞിനെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുഞ്ഞിൻ്റെ ദഹനത്തെ ബാധിക്കും. ഭക്ഷണം ഒരു കളിയായി കണ്ട് സന്തോഷത്തോടെ നൽകാൻ ശ്രമിക്കുക. കുഞ്ഞിന് നല്ല വിശപ്പ് തോന്നാൻ ഇടവേളകളിൽ വെള്ളം നൽകാനും മറക്കരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ 1 മാസം കൃത്യമായി പരീക്ഷിച്ചു നോക്കൂ. മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റ് അമ്മമാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. പാകപ്പിഴകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.